എത്ര സത്യം പറഞ്ഞാലും അംഗീകരിക്കാൻ തയ്യാറാകില്ല. പടച്ചവനെ, അതാ മനുഷ്യനെന്ന മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണല്ലോ, അവൻ എങ്ങനെയാണ് പരലോകത്ത് കടന്നു വരുന്നതെന്നറിയുമോ? എല്ലാവരും എന്നെ കാണുമ്പോ ബഹുമാനിക്കണമല്ലോ, എന്നെ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണമല്ലോ, ഈ നാട്ടിലെ ഏറ്റവും വലിയ ദാനധർമ്മി ഞാനാണെന്ന് പറയണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പലരും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഇതിനു വേണ്ടിയല്ലേ പലതും ചെയ്യുന്നത്. സ്വന്തമായിട്ട് ഫ്ലെക്സ് അടിച്ചു വെക്കുന്നവരുണ്ടല്ലോ, പരസ്യമായി പലതും ചെയ്യുന്നവരുണ്ടല്ലോ. എന്തിനാ ജനങ്ങൾ വലിയവനാണെന്ന് പറയണം? ഞാനാണ് ഇവിടത്തെ ഏറ്റവും വലിയവനെന്ന് ജനങ്ങൾ പറയുന്നതിന് വേണ്ടി പലതും ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അംറു ബിൻ ശുഐബ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ അംസാലു ദുർരി ഫീ സൂരി റിജാൽ. എടാ, ജനങ്ങളെ മുഴുവനും ആദരിക്കണം, ജനങ്ങളെ മുഴുവൻ ബഹുമാനിക്കണം, നീ വലിയവനാണെന്ന് നാട്ടുകാര് പറയണം. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അഹങ്കരിച്ചു നടന്നവന് നിന്നെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, നാളെ ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നിന്റെ കോലം എന്തെന്നറിയോ? ചെറിയ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഉപ്പമാരെ, പെങ്ങന്മാരെ, ചെറിയ ഉറുമ്പിനെ നീ കണ്ടിട്ടുണ്ടോ? അല്ലാഹു അതുപോലെ നിന്നെ ചെറുതാക്കുകയാ. ഇവിടെ വലിയവനായി നടക്കണം, ഇവിടെ ജനങ്ങളെ വലിയവനെന്ന് പറയണം. അതിനുവേണ്ടി നീ ചെയ്തു കൂട്ടിയത് മുഴുവനും നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു കറുത്ത ചെറിയ ഉറുമ്പുണ്ടല്ലോ, അതുപോലെ നിന്നെയാക്കുകയാണ്, നിസാരനാക്കുകയാണ്, ഏറ്റവും ചെറിയവനാക്കുകയാണ്. ഈ കോലത്തിലാണ് നീ പരലോകത്ത് കടന്നു വരുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജനങ്ങൾ കാണുമ്പോൾ എഴുന്നേക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, വലിയവനെന്ന് പറയണം. ഇതിനു വേണ്ടിയാ നമ്മളൊക്കെ ഇതൊക്കെ കാണിക്കണേ. എങ്കിൽ നാളെ പരലോകത്ത് വരുമ്പോ ഈ ചെറിയ ഉറുമ്പുണ്ടല്ലോ, ഡ്രസ്സിനകത്തൊക്കെ കയറി ഇരുന്നിട്ട് കടിക്കണ ചെറിയ ഉറുമ്പ്, അല്ലാഹ് അതുപോലെ നിന്നെ അങ്ങ് താഴ്ത്തും. ഉറുമ്പിന്റെ കോലത്തിൽ അല്ലാഹുവേ നീ നിസാരനായി പരലോകത്ത് വരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു കടുക് മണിയുടെ അളവെങ്കിലും അഹങ്കാരമുണ്ടെങ്കിൽ പോയി നമ്മുടെ കാര്യം. ഒരു കടുക് മണിയുടെ അളവെങ്കിലും അഹങ്കാരം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ദുനിയാവും പോകും, ആഖിറവും പോകും, സ്വർഗവും പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കടുക് മണിയുടെ അളവുണ്ടെങ്കിൽ മതി പോയി നമ്മൾ. നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടോ? അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അഹങ്കാരം ഇല്ലാത്തവരൊക്കെ ഒന്ന് കൈപൊക്കാൻ. ഈ കൈപൊക്കിയത് തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളം? ഈ കൈപൊക്കിയത് തന്നെയല്ലേ ഏറ്റവും വലിയ കള്ളം? അല്ലേ? എന്ത് അഹങ്കാരം ഇല്ലേ നമുക്ക്? ഒരു കള്ളം പറഞ്ഞു, അല്ലാഹു പുറത്തേരുമാറാകട്ടെ. അല്ലേ? ഞാൻ ഒന്നും ഇല്ല എന്നുള്ള അതാ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതാ ശൈത്താൻ അങ്ങനെ മനുഷ്യനെ ഒരു മഹാനിന്റെ ചരിത്രം പറയുന്നുണ്ട്. ഇബ്ലീസ് ഒരു മഹാന്റെ മുന്നിൽ ചെന്നിട്ട് പറയുക, 40 കൊല്ലമായിട്ട് നിങ്ങളുടെ പുറകെ നടക്കുക, നിങ്ങളെ ഒന്ന് പിഴപ്പിക്കാൻ വേണ്ടി. ഞാൻ തോറ്റു, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാ. 40 വർഷമായിട്ട് നിങ്ങളെ പിഴപ്പിക്കാൻ ഞാൻ നടക്ക, നിങ്ങളെ തോപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ തോൽവി സമ്മതിച്ച് ഞാൻ പോവാ. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നിന്റെ പണി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ഞാൻ നിന്റെ മുന്നിൽ തോറ്റു എന്ന് പറയുമ്പോൾ അവന്റെ മനസ്സിൽ തോന്നുമല്ലോ ഞാൻ ആരോ ആണെന്നപ്പം. അപ്പോഴും ആ മഹാൻ പറഞ്ഞത് നിന്റെ പണി എൻ്റെ അടുക്കൽ നടക്കില്ല എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള അടയാളം എന്താ? അടയാളം ഞാൻ പറഞ്ഞുതരാം. ഒരു കടുകുമണിയുടെ അളവെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള ഒരു അടയാളം ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അഹങ്കാരമുണ്ടോ എന്നറിയാനുള്ള അടയാളം ഒരേന്ന് പഠിക്കാം. എന്താ അടയാളം? എന്താ
അഹങ്കാരമുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള വഴി എന്താ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമല്ലോ. ഉമർ തങ്ങൾ പടച്ചവനെ പള്ളിയിൽ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിക്കുകയാ. പടച്ചവനെ സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മജൂസി വന്നിട്ട് ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് പടന്ന് കത്തികേറ്റുകയാണ്. ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് പടന്ന് കത്തികേറ്റി. അല്ലാഹുവേ, പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒഴുകുന്നത് പോലെ ഉമർ തങ്ങളുടെ അടിവയറ്റിൽ നിന്ന് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്. പടച്ചവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പള്ളിയിലെ ഇമാമാണ്, മിഹ്റാബിന്റെ അകത്താണ് നിൽക്കുന്നത്. ഈ മനുഷ്യൻ ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളെ കുത്തി മലർത്തികെട്ടാ പോയത്. പടച്ചവനെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, പഠിക്കണം ചെറുപ്പക്കാരാ, പഠിക്കണം ഉപ്പമാരെ. നിസ്കാരത്തിൽ നിന്നിട്ട് ശരീരമിട്ട് അനക്കുന്നവര്, കളിയും തമാശയും കാണിക്കുന്നവര്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ അടിവയറ്റിൽ കുത്തുകൊണ്ടിട്ട് രക്തമിങ്ങനെ ഒഴുകുകയാണ്. പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികളുണ്ടല്ലോ, അവിടെ നിന്ന് കുത്തുകൊണ്ടിട്ട് താഴെ വീഴുകയാ. ആ പള്ളിക്കകത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരാള് പോലും കൈയടിച്ചില്ല. സാക്ഷാൽ ഉമർ തങ്ങളുടെ മകൻ പറയാ നിസ്കാരത്തിനുണ്ട്, ഒരാള് പോലും കെട്ടിയ കയ്യപടം നടിച്ചില്ല. അല്ലാഹുവേ, എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാ, എല്ലാവരും അതുപോലെ തന്നെ നിൽക്കുകയാണ്. പടച്ചവനെ, ഉമർ തങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല. അവിടെ നിന്ന് താഴേക്ക് തളർന്നു വീഴുകയാ. ഉമർ തങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ കഴിയാതെ വന്നപ്പോ ഉമർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും കേറി അവിടെ നിന്ന് ഇമാമത്ത് നിൽക്കാൻ. തന്റെ പുറകിൽ നിന്ന് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ടല്ലോ, അവിടെ നിന്ന് മുന്നിലേക്ക് കയറുകയാണ്. പടച്ചവരെ, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കാലിന്റെ ചുവട്ടിൽ കിടന്നു മരണവപ്രാടത്തിൽ പിടയുകയാ. അപ്പോഴാണ് പടച്ചവനെ നിസ്കരിക്കുന്നത്, അപ്പോഴാണ് നിസ്കരിക്കുന്നത്. പടച്ചവനെ, നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും ഉമർ തങ്ങളുടെ ചാരത്ത് വന്നു. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഉമർ തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അടുത്തേക്ക് വന്നിട്ട് പലരും അവിടെ നിന്ന് യാത്ര പറയുകയാണ്. അങ്ങനെ ഉമർ തങ്ങൾ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ, ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാ. ഉമർ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഖലീഫ, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ ആരായിരുന്നു ഉമറേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയ മനുഷ്യനാ. നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ തലയെടുക്കാൻ പോയവനല്ലേ? പടച്ചവനെ, ഉമർ തങ്ങളോട് ആ ചെറുപ്പക്കാരൻ ഓർമ്മപ്പെടുത്തുകയാ, കാട്ടാളനായ ഖത്താബിന്റെ മകനായ ഉമർ, നിനക്ക് അല്ലാഹു ഹിദായത്ത് തന്നില്ലേ? പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വന്നില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസ്ലിമായില്ലേ? റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ട സ്വഹാബിയായില്ലേ? ബദരീങ്ങളുടെ കൂട്ടത്തിൽ പെടാൻ കഴിഞ്ഞില്ലേ? ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായില്ലേ? ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യമല്ലേ ഈ മദീനത്ത് കടന്ന് ഷഹീദാകാൻ? ഈ യുദ്ധം ഹറാമാക്കിയ നാട്ടിൽ കടന്നിട്ട് ഷഹീദായി മരിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകിയില്ലേ? ഇതിനെക്കാളും നിങ്ങൾക്ക് എന്തേ വേണ്ടത്? നിങ്ങൾ ഭാഗ്യവാനല്ലേ? ഉമർ തങ്ങളുടെ കണ്ണങ്ങ് നിറയുകയാ, സന്തോഷം കാരണം നിറയുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടക്കുകയാ. ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു കാഴ്ച കാണുകയാ.
ഇത്രയും പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് നടക്കുമ്പോ ഉമർ തങ്ങൾ ഒരു കാഴ്ച കാണുകയാണ്. പടച്ചവനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്ന ഉമർ തങ്ങള് അവിടുന്ന് പതുക്കയങ്ങ് എഴുന്നേക്കുകയാ. പടച്ചവനെ അതാ അടിവയറ്റിലേക്ക് കൈകൊണ്ട് പിടിച്ചിട്ട് പതുക്കെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് യാ പുനയ്യാ, പൊന്നുമോനെ, പൊന്നുമോനെ, ഒന്ന് നിൽക്കടാ ചെറുപ്പക്കാരാ. ഇത്രയും പറഞ്ഞിട്ട് പോകുന്ന ചെറുപ്പക്കാരനോട് ഉമർ തങ്ങൾ പറയുന്നു, മോനെ ഒന്ന് നിൽക്കടാ, മോനെ ഒന്ന് നിൽക്കടാ. എന്നിട്ട് ഉമർ തങ്ങൾ പറയുകയാ, മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ, അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉമർ തങ്ങൾ ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മോനെ, നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ. അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയുനാ റസൂലുള്ളാഹി. ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ്, എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇനി നീ ഉടുത്തിരിക്കണം മുണ്ടും പാൻറ്റും നോക്ക് എവിടാ കിടക്കണേന്ന്. നിങ്ങൾ ഓരോരുത്തരിട്ടിരിക്കണം മുണ്ടും പാൻറ്റും എവിടാ കിടക്കണത്? നെരിയാണിക്ക് താഴെ കിടക്കുന്നുണ്ടോ, നെരിയാണിക്ക് മുകളിൽ കിടക്കുന്നുണ്ടോ? പൊക്കി കൊടുത്ത് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അഹങ്കാരത്തിന്റെ അടയാളം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെയൊക്കെ വസ്ത്രം എങ്ങനാ? താത്താമാരെ, നിങ്ങളുടെയൊക്കെ ഫർദ എങ്ങനാ? ചില താത്താമാര് റോഡിൽ കൂടെ നടക്കുന്നത് കണ്ടാ പഠിച്ച, എന്തിനാ പെങ്ങളെ നീ മുറ്റം തൂക്കാൻ ആളെ വിളിക്കണത്? നീ വീടിന് ചുറ്റും ഒന്ന് നടന്നാ പോരെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പലെ വവ്വാലിന്റെ ഒരു ഫർദയുണ്ട് അല്ലേ? വവ്വാലിന്റെ ഒരു ഫർദ, വവ്വാലെന്നല്ലേ സാർ, ഇങ്ങനെ തൂത്തോണ്ട് നടക്കും. ഇങ്ങനെ പട്ടി നടക്കണ വഴി കൂടെ വരെ നീ ഇതും വലിച്ചോണ്ട് നടക്കുക, എന്നിട്ടാ നീ നിസ്കരിക്കണേ. ആലോചിക്കേ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആണുങ്ങൾ ഈ മുണ്ടിങ്ങനെ താഴ്ത്തിയിട്ടുണ്ട് നടക്കുന്നത് ഒരു ഫാഷനാ. പാൻറ്റിന്റെ കാര്യം പോകട്ടെ, ഒന്ന് ആലോചിക്ക് ചങ്ങാതി, എന്തുകൊണ്ട് നിന്റെ തലയ്ക്കകത്തോളവാ? നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം, അത് അഹങ്കാരത്തിന്റെ അടയാളം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, നമ്മളെ കാക്കുമാറാകട്ടെ. ഇനിയെങ്കിലും വസ്ത്രം ധരിക്കുമ്പോൾ സൂക്ഷിച്ചോ, ഒന്ന് പൊക്കി കൊടുത്തണം. നെരിയാണിക്ക് താഴെ നിൽക്കരുത്, മുകളിലേക്ക് മാക്സിമം എത്ര പൊക്കി കൊടുത്താൻ പറ്റുമോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് വസ്ത്രം പൊക്കി കൊടുത്ത്. ചെറുപ്പക്കാരൊക്കെ മൂത്രപ്പരയെ പോകുമ്പോഴും പാൻറ് ഇങ്ങനെ ഷൂവിന് പകരം പാൻറ് തറയിൽ കിടക്കണം വരച്ചുകൊണ്ട് പോവുക. ചില വാപ്പമാരുടെയൊക്കെ മുണ്ടൊക്കെ കാണണം. അള്ളാഹു ആലം, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെ അഹങ്കാരം, ഞാൻ പറഞ്ഞു വന്നത്, ഒരു കടുകുമണിയുടെ അളവെങ്കിലും നിനക്ക് അഹങ്കാരമുണ്ടെങ്കിൽ അള്ളാഹ് നിന്നെ നാണം കെടുത്തും. നാളെ പരലോകത്ത് നിന്നെ നാണം കെടുത്തി, നിന്നിനാക്കി, നിസാരനാക്കി അള്ളാഹു നാളെ നിന്നെ കൊണ്ടുവരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ വസ്ത്രം ധരിക്കുമ്പോൾ സൂക്ഷിക്കണം. എൻ്റെ ഔറത്ത് നീ മറച്ചോ മറക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഔറത്തുകൾ നിങ്ങൾ മറച്ചോ. പക്ഷേ ഇങ്ങനെയുള്ള രീതികൾ ചിലതൊക്കെ ഇത്തിരി ഓവറാ. അത്രയൊക്കെ എന്തിനാ സഹോദരിമാരെ? നജസ്സുകളിലൂടെ വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉസ്താദ് ഇപ്പൊ ഇനി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പൊക്കം വേണ്ട. അതാ കാര്യം. എന്തെങ്കിലും പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ കാര്യത്തിലൊക്കെ സന്തോഷം, പെണ്ണുങ്ങൾക്കൊക്കെ വലിയ സന്തോഷമായി. ഇന്ന് നിയമം പാസ്സാക്കി കഴിഞ്ഞു, വിവാഹപ്രായം 21 ആക്കാൻ. രക്ഷപ്പെട്ടില്ലേ? ഈ വിവാഹപ്രായം ഇനി മുതൽ പ്രായപൂർത്തിയാകുന്നത് 21-ാമത്തെ വയസ്സിൽ. 18 തികയുമ്പോ ചാടാൻ നിന്നവളുമാർക്കൊക്കെ പണിയായി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 18 തികയുമ്പോ ചാടാൻ, 18 തികയുമ്പത്തേക്ക് ഒളിച്ചോടാൻ കാത്തു നിന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊക്കെ 8ന്റെ പണിയായി ഇപ്പൊ കിട്ടിയിരിക്കണത്. കോടതി ചെല്ലുമ്പോൾ 18 വയസ്സ് തികയുമ്പോൾ ഞാൻ പറയും, കോടതി എന്നോട് ചോദിക്കും ആരെ വേണം, കാമുകനെ വേണമെന്ന് പറയാ കാത്തിരുന്ന ആമിന ഇപ്പൊ വീടിനകത്തിരുന്ന് കരയുക.
ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇനിയൊക്കെ വളർത്തണമെങ്കിൽ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാൻ പറയണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തൻ്റെ 2 പെൺമക്കളെ 3 പെൺകുട്ടികളെ ആരെങ്കിലും നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു വിട്ടാൽ അവര് സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 പെൺമക്കളെ 18 വയസ്സ് വരെ നല്ലതുപോലെ വളർത്തിയിട്ട് കെട്ടിച്ചു വിട്ടാൽ മതി, സ്വർഗത്തിൽ പോകും, മുത്തി നബിയുടെ കൂട്ടുകാരായി. ഇപ്പൊ ഒരു സഹാബി ചോദിച്ചു, നബിയെ 2 കുഴപ്പമുണ്ട് നിനക്കുണ്ട്. അപ്പൊ ഒരാൾ വെച്ച് 1 നിനക്കുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇനി ഒരു പെൺകുട്ടിയെ 18 വരെ എത്തിക്കണമെങ്കിൽ അത് യുദ്ധം ചെയ്യൽ, ജിഹാദാ. 18 വയസ്സ് വരെ ഒരു പെൺകുട്ടിയെ ഒരു ഉപ്പയും ഉമ്മയും പൊന്നുപോലെ കൊണ്ടു നടക്കണമെങ്കിൽ അതൊരു വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇനിയിപ്പോ 18 അല്ല 21 വരെ കൊണ്ടു നടക്കണം, 21 വയസ്സ് വരെ കൊണ്ടു നടക്കണം. അല്ലാഹു ആലം എന്തൊക്കെ നിയമങ്ങളാണെന്നറിയില്ല, ഇനി പത്രങ്ങളിലൊക്കെ കാണാം. എന്ത് ചെയ്യാനാ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിയമങ്ങളൊക്കെ പാസ്സാക്കണമെങ്കിൽ ഇപ്പം അവർക്ക് വളരെ എളുപ്പമല്ലേ, ഇപ്പം ആള് കൂടുതലല്ലേ. നമ്മളിങ്ങനെ തമ്മിലടിച്ചുകൊണ്ട് നടക്കുന്നു, അവരിങ്ങനെ നിയമങ്ങൾ പാസ്സാക്കിക്കൊണ്ട് നടക്കുന്നു. അതാണ് ചിന്തിക്ക്. എന്തായാലും അൽഹംദുലില്ലാഹ് അവസാന വിജയം നമുക്കുണ്ടല്ലോ, അങ്ങനെയെങ്കിലും സമാധാനിക്കാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് അള്ളാഹു ഇവന്മാരുടെ കയ്യിൽ അധികാരം കൊടുത്തത് എന്നുകൂടെ നീ ചിന്തിക്കും. അല്ല പറയുന്നത് നമ്മൾ കേൾക്കാതെ വരുമ്പോ അല്ല നമ്മളെ നന്നാക്കും. അല്ല ഇങ്ങനെ നമ്മളെ നന്നാക്കും. ഇപ്പൊ നന്നാക്കാനുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നാവും നമ്മളൊക്കെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 2 ഞാൻ വിശദീകരിക്കുന്നില്ല. 2 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ രണ്ടാമത്തെ പടച്ചവന്റെ പരലോകത്ത് കടന്നു വരുന്ന രണ്ടാമത്തെ നിന്യരാരാ? നാളെ നാണം കെട്ടവരെ പോലെ കടന്നു വരുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? തന്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2 ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുക. ഒരു സ്ഥാനം ജമാഅത്തിന്റെ പ്രസിഡന്റ്, ജമാഅത്തിന്റെ സെക്രട്ടറി, ജമാഅത്തിന്റെ പരിപാലന സമിതിയിൽ ഒരു അംഗമായി, ഇത് നിന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നീ വീഴ്ച വരുത്തിയ നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പൊ പള്ളിയിലെ ഖതീബ് മജീദ് ഉസ്താദ് ഉസ്താദിന്റെ ഉത്തരവാദിത്തത്തിൽ ഉസ്താദ് വീഴ്ച വരുത്തിയാൽ, സദർ ഉസ്താദിന്റെ വീഴ്ചയിൽ വരുത്തിയാൽ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് മദ്രസ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ വീഴ്ച വരുത്തിയാൽ, തന്റെ ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പള്ളി പരിപാലനമൊക്കെ നടത്തുന്ന, പള്ളി പരിപാലനമല്ലല്ലോ ഭരണമല്ലേ നടക്കുക. ഇന്നെന്താ പറയാ, പള്ളി പരിപാലനമെന്നവർ സത്യത്തിൽ ഖാദിമുൽ കഅബ എന്ന സൗദിയുടെ രാജാവിന് പറയുന്നത്. പരിശുദ്ധമായ കഅബാലയത്തിന്റെ പ്രസിഡന്റ് എന്നല്ല പറയുന്നത്. നമ്മൾ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പവറ. ഇവിടെ എങ്ങനെ ഇലക്ഷനാണോ? എന്നോട് ദേഷ്യം തോന്നരുത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാലിച്ചേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എന്തിനാപ്പ പണ്ട് വീട്ടിൽ പോയിട്ട് പറയും, വാപ്പ നിങ്ങൾ പള്ളിയിലെ പ്രസിഡന്റ് ആകും. എനിക്ക് വയ്യ, തീക്കട്ടയുടെ മുകളിൽ കയറിയിരിക്കാൻ എനിക്ക് വയ്യ. ആരോ ആയിക്കോ. അള്ളാനെ പേടി. പണ്ടുള്ളവര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, പ്രായമുള്ള വാപ്പമാര് കാലി കിടക്കണ ചെരുപ്പ് ഗേറ്റിൽ ഇങ്ങനെ തട്ടും. ഇതിനെന്നറിയോ, പള്ളിയിലെ മണ്ണ് ചെരുപ്പിനടി കിടപ്പുണ്ട്, പറ്റിയിട്ടുണ്ട്. അത് പള്ളിയുടെ പറമ്പിൽ നിന്ന് വെളിയിൽ കൊണ്ടിട്ട് അള്ളാഹിനോട് കണക്ക് പറയണം. അതുകൊണ്ട് തട്ടിയിട്ടിട്ട് പോവാ. അതാ സൂക്ഷ്മത. ഇന്നോ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് പോലെ പള്ളിയിലെ തെരഞ്ഞെടുപ്പ് നടക്കണേ. ഇവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറി ഒന്നും എനിക്കറിയില്ല. പ്രസിഡന്റും സെക്രട്ടറി ഇവിടുത്തെ കാര്യമില്ല ഞാൻ പറയണം, പൊതുവായിട്ടുള്ള കാര്യം പറയാ. പടച്ചവനെ, അടുക്കള വാതിലിൽ കൂടെ പോയി 1000-ന്റെ നോട്ട് എനിക്ക് വോട്ട് തരണം. പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് പോലെ. എന്തിന്? അള്ളാടെ പള്ളി എന്ന് ഭരിക്കാൻ. പ്രസിഡന്റിന് ശമ്പളം ഉണ്ടോ? സെക്രട്ടറിക്ക് ശമ്പളം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ മനുഷ്യ എത്ര തൂങ്ങണേ?
എടാ, അമാനത്തെന്ന് പറഞ്ഞ പഠിക്കണം, കളിയല്ല ഇത്. അള്ളാഹുവിന്റെ പള്ളിയ. ഒരിക്കലും അധികാരം ചോദിച്ചു വാങ്ങരുത്. ഒരു മനുഷ്യനോട് ഞാൻ പറയുന്നു, അധികാരം ചോദിച്ചു വാങ്ങരുത്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. ഈ ആയത്തിന്റെ അർത്ഥം പഠിച്ചിട്ട് വേണം ഇവിടത്തെ ഇലക്ഷന് നാമനിർദ്ദേശക പത്രിക കൊടുക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടത്തെ ഇലക്ഷന് നിൽക്കുന്ന ഓരോ മനുഷ്യനും പള്ളിയിലെ ഉസ്താദിന്റെ അടുക്ക വന്നിട്ട് ചോദിക്കണം, ഈ ആയത്തിന്റെ അർത്ഥം എന്താണെന്ന്. അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? അള്ളാഹുവിന്റെ പള്ളി പരിപാലിക്കേണ്ടവരാരെന്നറിയോ? അള്ളാഹു പറയുന്നു, ഇന്നമായ ഉമ്മുറു മസാജിദല്ലാഹ്. അള്ളാഹു പറയുകയാ, എന്റെ പള്ളിയുടെ പരിപാലനം നടത്തേണ്ടവരാരാ? ഒന്ന് അള്ളാഹു പറയുന്നു, മൻ ആമന ബില്ലാഹ്, അവൻ എന്നെ കൊണ്ട് വിശ്വസിക്കണം. അള്ളാഹു പറയുന്നത് നിങ്ങൾ വ്യക്തമായി ചിന്തിക്ക്. അള്ളാഹ് പറയുന്നു, എന്റെ പള്ളി പരിപാലിക്കുന്നവൻ ഒന്നാമത് വിശ്വസിക്കണം. ഒന്നാമത് ചെയ്യേണ്ട കാര്യം അവൻ എന്നെ വിശ്വാസമുണ്ടാകണം. മൻ ആമന ബില്ലാഹ്. എന്നിട്ട് അള്ളാഹ് രണ്ടാമത് പറഞ്ഞു, വൽ യൗമിൽ ആഖിർ, അന്ത്യദിനമുണ്ടെന്ന് നീ ഓർത്തു വെച്ചോ. അതൊരു ഭീഷണിയാ. എടാ, നീ ഞാനുണ്ടെന്ന് വിശ്വസിക്കണം. എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് നീ ഓർത്തു വെക്കണം. എന്നിട്ട് വേണം ഈ പണിക്കിറങ്ങാൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരാപ്പാവുക? ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരാവുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പള്ളിയുടെ അമാനത്ത് സെക്രട്ടറിയോടും പ്രസിഡന്റിനോടും കമ്മിറ്റിക്കാരോടും പറയുന്നത്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിരിക്കുമ്പോൾ കമ്മിറ്റി ഓഫീസിലിരിക്കുക. അങ്ങനെ തന്നെ വിചാരിക്കുക. ഉമർ തങ്ങൾ തൻ്റെ ഓഫീസിനകത്തിരിക്കുമ്പോൾ ഒരു കുടുംബക്കാരൻ കടന്നു വന്നു. ഒരു കുടുംബക്കാരനായ മനുഷ്യൻ കടന്നു വന്നു. ഉമർ തങ്ങൾ കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു കളഞ്ഞു. കത്തിച്ചു വെച്ചിരുന്ന വിളക്കം അണച്ചു കളഞ്ഞു. ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ ഉമറെ വിളക്കണച്ചേ? തിരുട്ടായില്ലേ, എന്തിനാ വിളക്കണച്ചേ? അപ്പൊ ഉമർ തങ്ങൾ പറഞ്ഞു, ഇത് ബൈത്തുൽ മാലിലെ പൈസ കൊടുത്ത് വാങ്ങിയ എണ്ണയാണ്. നമ്മൾ കുടുംബകാര്യം ചർച്ച ചെയ്യുമ്പോ ഈ വിളക്ക് കത്തിച്ചു വെച്ചാ അള്ളാന്റെ അടുക്ക ഞാൻ കണക്ക് പറയണമെന്ന് മഹാനായ സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ്. പാലിക്കേണ്ടത് അവിടെയാ. പള്ളിയിൽ ഉദാഹരണം പറഞ്ഞാൽ, പള്ളിയിലെ പ്രസിഡന്റ് ഫാന് വിട്ട് കമ്മിറ്റി ഓഫീസിലിരിക്കുമ്പോ കല്യാണ ആലോചനയോ എന്തെങ്കിലും കുടുംബകാര്യം ചർച്ച ചെയ്താൽ അപ്പോൾ ഓഫാക്കണമെന്നാ പറഞ്ഞതിനർത്ഥം. ആരോടെ അമാനത്തിന്റെ കാര്യം പറയണേ? നമ്മുടെ അമാനത്തിന്റെ കാര്യം പറയണോ? പള്ളിയുടെ മൂത്രപ്പരയുടെ മുന്നിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടിയിട്ടിരിക്കുക, അടിച്ചോണ്ട് പോകാതിരിക്കാൻ. ഇവിടെ പള്ളിയുടെ ബാത്റൂമിന്റെ മുന്നിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ മൂക്ക് വെട്ടണ എന്തിനാ? നിന്റെ ചെരുപ്പ് നിനക്കറിയില്ലേ? അത് മൂട്ടിച്ചോണ്ട് പോകാതിരിക്കാൻ അതുവരെ വെട്ടിയിട്ടിരിക്കണേ. കപ്പ് കയറിലാ കെട്ടിയിരിക്കണേ. തൊടലി കിട്ടിയ അത് ഇട്ടും വെക്കും നമ്മൾ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പോകട്ടെ, ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല. അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നിങ്ങളാരും ജമാഅത്തിന്റെ പ്രസിഡന്റ് അല്ല, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. നിങ്ങളൊരു രാജ്യത്തിന്റെയും പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എംപിയോ MLAയോ ഒരു വാർഡ് മെമ്പറോ ആരും അല്ല. പക്ഷെ നീയും ഒരു ഭരണാധികാരിയാ. ഇരിക്കണ ഓരോ ആണുങ്ങളും ഒരു ഭരണാധികാരിയാ. നീയും ഒരു ഉത്തരവാദിത്തം അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏതുത്തരവാദിത്തമെന്നറിയുമോ? നീ എവിടത്തെ ഭരണാധികാരിയാണെന്നറിയുമോ? ലോകത്തിന്റെ ഭരണാധികാരിയല്ല, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ല, സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ല, പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ല. പിന്നെ നീ എവിടത്തെ ഭരണാധികാരി എന്നറിയോ? നിന്റെ വീടിന്റെ ഭരണാധികാരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹജ്ജത്തുൽ വദാഇന്റെ അവസാനത്തെ പ്രഭാഷണത്തില് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ. നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണം. നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ പേടിക്കണം. ഭാര്യയും മക്കളും അല്ലാഹു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ നീ മഹ്ർ കൊടുത്ത് വിവാഹം കഴിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന നിന്റെ ഭാര്യ, നിന്റെ രക്തത്തിൽ പിറന്ന മക്കൾ, അവർ അല്ലാഹു നിനക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. അതാ ഖുർആൻ പറഞ്ഞത്, ഖു അൻഫുസകും വ അഹ്ലീകും നാറാ. ഖുർആൻ പറഞ്ഞു, പോകുമ്പോ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാൻ, രക്ഷപ്പെടുത്താൻ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരാരാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് കള്ളുകുടിയന്മാരല്ല, വ്യഭിചരിച്ച് നടക്കുന്നവരല്ല, പലിശ തിന്നുന്നവര് മാത്രമല്ല. അല്ലാഹുവിന്റെ പരലോകത്തിലെ നശിച്ചവര് 3 വിഭാഗമാണ്. റബ്ബ് അവരോട് സംസാരിക്കില്ല, അവരുടെ മുഖത്ത് നോക്കില്ല, അല്ലാഹു കരുണ കാണിക്കില്ല. അവര് നാളെ പരലോകത്തിലെ നശിച്ചവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവരോട് അല്ലാഹു ഒന്ന് മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ കരുണ കാണിക്കുകയോ ചെയ്യില്ല. 3 വിഭാഗം. അവരിൽ ഒന്നാമത്തെ വിഭാഗം ഈ ഇരിക്കണ വാപ്പമാരിൽ ചില വാപ്പമാരാ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ചില ഉപ്പമാരാ. തന്റെ ഭാര്യയും തന്റെ മക്കളും തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് തെറ്റാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല. തെറ്റാണെന്ന് നിനക്കറിയാം, നീ തിരുത്തൂല. ഈ വാപ്പ 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിലും ഇനി എത്ര വലിയ പുണ്യം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എടാ, നിനക്കറിയാം തെറ്റാ. ഈ പള്ളിയിൽ മഗ്രിബിന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇശായി നിസ്കരിച്ച് ഹദ്ദാദ് ഓതി ഉസ്താദിനെ മുസാഫഹത്തും ചെയ്തിട്ട് നീ വീട്ടിൽ പോകും. നീ നല്ല മനുഷ്യനാ. നിന്റെ വീട്ടിൽ ചെല്ലുമ്പോ നിന്റെ പെണ്ണുമ്പിള്ളയും മക്കളും സീരിയൽ കണ്ടോണ്ടിരിക്കുക. തെറ്റല്ലേ? തെറ്റല്ലേ? സീരിയൽ കാണാൻ പാടുണ്ടോ? സിനിമ കാണാൻ പാടുണ്ടോ? എവിടെയെങ്കിലും ഹലാലാക്കാൻ പറ്റുമോ? പാവമാണെന്ന് നിനക്കറിയാം, കണ്ടോട്ടെ, കുഴപ്പമില്ല. നീ പള്ളിയിൽ വന്ന് നിസ്കരിക്കും, നിന്റെ മക്കൾ നിസ്കരിക്കുവോ? നിന്റെ ഭാര്യ നിസ്കരിക്കുവോ? 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം? പറ മനുഷ്യന്മാരെന്ത് ചെയ്യണം? 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലി നമസ്കരിപ്പിക്കണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. ആരെങ്കിലും ഒന്ന് പൊക്കറോ? കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാ. എടാ, നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു താത്ത സിറ്റ് ഇവിടെ അർശലിരിപ്പുണ്ട്, മുകളിൽ താഴെ ഒന്ന് കൈപൊക്കിക്ക് കാണട്ടെ താത്ത. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ ഓസിന് കയറിപ്പോകാൻ പറ്റുന്ന സ്ഥലമാണ് സ്വർഗം? അള്ളാന്റെ സ്വർഗത്തിൽ നിനക്കങ്ങ് കയറിപ്പോകാൻ പറ്റുമെന്ന് നീ കരുതിയോ? വീടത്തില്ല വാപ്പ നിന്നെ അല്ലാ. നീ തഴമ്പും താടിയല്ല, ഈ പള്ളിയല്ല, അള്ളാടെ കഅബാലയത്തിൽ പോയി വർഷം ഹജ്ജ് ചെയ്തവനാണെങ്കിലും അല്ല നിന്നെ അവിടെ പിടിച്ചു നിർത്തും. നീ അങ്ങ് കയറിപ്പോകാൻ പറ്റിയെന്ന് വിചാരിച്ചോ? നിനക്ക് കളിയാ, നിനക്ക് തമാശ. അള്ളാഹുവിനോട് കളിക്കുക, നിന്റെ ഉത്തരവാദിത്വം നീ പാലിക്കുക. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഔറത്ത് മറക്കാറുണ്ടോ നിന്റെ മക്കള്? നിന്റെ മക്കൾ ഔറത്തും മറയ്ക്കാറുണ്ടോ? ആണിന്റെ ഔറത്തും അറിയാം, പെണ്ണിന്റെ ഔറത്തും അറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ആണിന്റെ ഔറത്താണ്. ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ മക്കളുടെ കാര്യം പറയണ പോട്ടെ. ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ നിങ്ങളൊന്ന് പുറകിൽ പോയി നോക്കിക്കേ. ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ ഈ വയതിന്റെ സദസ്സിലിരിക്കണ വാപ്പമാരങ്ങോട്ട് പോകുമ്പോ റോഡിൽ ഇറങ്ങുമ്പോ ഒരു മുണ്ടങ്ങോട്ട് ഒരു പൊക്കിയിട്ടൊരു ഉടുത്തുണ്ട്, ഉപ്പാട് അണ്ടർവെയർ വരെ വെളിയിൽ കാണും. പുറകെ വരുന്ന താത്താമാർക്കും കാക്കാമാർക്കും തൊട കാണാനുള്ള പ്രദർശന മത്സരം നടത്തുന്ന ആളാ നമ്മുടെ വാപ്പാമാര്. ചിന്തിക്ക്. എന്നോട് ദേഷ്യം തോന്നരുത്. ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ തൊടയും കാണിച്ചുകൊണ്ട് നടക്ക. ഈ വാപ്പയെ ഔറത്തിനെ കുറിച്ച് പറയുന്നേ. എടാ, നിന്റെ മക്കളുടെ അവസ്ഥ ആലോചിച്ച് വയ്ക്ക്. കീറിയ പാന്റ്, തൊടകീറിയ പാന്റ് അവൻ ഇടത്തുള്ളൂ. പിച്ചക്കാരൻ, പൈസ ഇല്ല. അള്ളാഹുവിന്റെ ദാരിദ്ര്യം അല്ല മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലെ, കീറിയ പാന്റ് ഇടുന്നവൻ അല്ലേ, ഒരു കീറിയ വസ്ത്രം ഇടുന്നവൻ ദരിദ്രനല്ലേ? നിന്റെ മോനോ തൊട കീറിയിട്ടിരിക്ക. നിങ്ങളെ ഞാനൊന്നും പറയൂല, ആരും പൊട്ടെ, പെണ്ണുങ്ങളെ ഞാനൊന്നും പറയൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഔറത്തല്ലേ ഇത്? നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? പറവയെ പോലെ, കുരുവിക്ക് കൂട് വെക്കാൻ വെച്ചിരിക്കണ പോലെ. ചെറുതും വലുതും എടുത്തു നോക്കിയ പഴതിന് വരുമ്പോ ഉസ്താനെ കാണുമ്പോ തൊപ്പിയിടും. ആ തൊപ്പിയൊന്ന് ഊരി പറയാ. തലയിലിട്ടിരിക്കണ തൊപ്പിയൊന്ന് ഊരിക്കേ. വാപ്പാക്ക് ഭയങ്കര താടിയും തഴമ്പ് വരെ ഉണ്ട്. മോന്റെ തല കാണണം. അല്ലാഹുവെ, പടി വെട്ടി വെച്ചിരിക്ക, 18-ാം പടി വെച്ചിരിക്കണ പോലെ.
നാലിച്ച് നോക്കിയ ചോദിച്ചാ പറയൂ ഉസ്താദേ, ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദേ, ഞാൻ പറഞ്ഞ കേൾക്കൂല ഉസ്താദേ. നിന്നെ ആദ്യം മടല് വെട്ടി തല്ലണം. നീ അവൻ്റെ വാപ്പയാണെന്ന് ആരോടും പറയരുത്. 12, 13, 15 വയസ്സുള്ള മകനെ സ്വന്തം മക്കളെ നേരെ പഠിപ്പിക്കാൻ പറ്റാത്തവനാ പള്ളിയിലെ ഹത്തീബിനെ പഠിപ്പിക്കാൻ നടക്കണേ. നാലിച്ചു നോക്കിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾ ആരെയും കളിയാക്കിയതല്ല. പോട്ടെ, നിങ്ങളൊക്കെ റോഡിൽ ഇറങ്ങുമ്പോൾ മുണ്ട് പൂക്കാറില്ല, എല്ലാം ശരി തന്നെ. നിങ്ങളൊക്കെ ഫർദ ഇടുന്നവരാ. വീടിനകത്തോ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ വാപ്പമാരെ, നിന്റെ 15 വയസ്സുള്ള മകള് വീട്ടിലുണ്ട്. 15 പ്രായപൂർത്തിയായ മകളുള്ള വീട്ടിൽ നിന്റെ മോൻ നിക്കറ് ഇട്ടുകൊണ്ടല്ലേ നടക്കണേ? എന്നാലോചിക്കും. പുറത്തിറങ്ങിയ നീ എല്ലാം വലിയ മഹാനാ. പക്ഷെ നിന്റെ വീടിന്റെ അകത്ത് 15 വയസ്സുള്ള പ്രായപൂർത്തിയായ മകളുടെ മുന്നിലൂടെ ഈ എന്തിനാ അവസാനം പറയാ, ഇത്തിരി താഴോട്ടിറങ്ങുന്ന സാധനത്തിന് ബെറുംപൂട നിക്കറ് അതെന്നെ പറഞ്ഞാ മതി. ഈ നിക്കറ് ഇട്ടുകൊണ്ട് നിന്റെ മോൻ നടക്കുക. എന്തേ? നിന്റെ പെണ്ണെ പ്രായപൂർത്തിയായ മോന്റെ മുമ്പിലൂടെ ഈ ഫർദ ധരിച്ചിടക്കണ നിന്റെ മോള് ആ ബനിയൻ ഇട്ടുകൊണ്ട് നടക്കുമ്പോ എന്തേ പെങ്ങളെ നിനക്ക് തെറ്റ് തിരുത്തി കൊടുക്കാൻ പറ്റാത്തത്? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ ആങ്ങളെയും പെങ്ങളും അല്ലേ? സഹോദരനെ കാണാൻ പറ്റുമോ? സഹോദരനെ കാണാൻ പറ്റുമോ? സഹോദരിക്ക് കാണാൻ പറ്റുമോ? ഉമ്മാടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? ബാക്കിയൊക്കെ പോട്ടെ, സഹോദരനും സഹോദരി നാട്ടുകാരും പോട്ടെ. നിന്നെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്തു പ്രസവിച്ച ഉമ്മാടെ ഔറത്ത് കാണാൻ പറ്റുമോ? നിന്റെ വാപ്പാടെ ഔറത്ത് നിന്റെ ഉപ്പയല്ലേ? നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവല്ലേ? ആ പിതാവിന്റെ ഔറത്ത് നിനക്ക് കാണാൻ പൊടി. നീ അള്ളാന്റെ ദീൻ നോക്ക്. കളിയായി പോയോ നിങ്ങൾക്കൊക്കെ? അള്ളാന്റെ ദീൻ നിനക്കൊക്കെ നിസാരമായി പോയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ, അതിന്റെ തഫ്സീറിൽ കാണാം 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ വാപ്പയുടെയും ഉമ്മയുടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഉമ്മയും വാപ്പയും കിടക്കുന്ന റൂമിന്റെ അകത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള പ്രായപൂർത്തിയാകാത്ത മക്കൾ, ആ പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ വാതിലി തട്ടിയിട്ട് ചോദിക്കണം, ഉമ്മച്ചി ഞാൻ കയറി വരട്ടെ? കയറി വരാൻ പറഞ്ഞാൽ കയറണം, ഇല്ലെങ്കിൽ കയറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞു കേറരുത്. ഏതാ 3 സമയം? 1 വെളുപ്പാങ്കാലം സുബഹിക്ക് മുമ്പുള്ള സമയം, 2 ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ അനുവാദമില്ലാതെ മക്കൾ റൂമിൽ കയറരുത്. ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. രാത്രി കിടക്കുമ്പോൾ ഒരു മുണ്ടുടുത്തിയിട്ട് കിടക്കൂലേ? രാത്രി കിടക്കുമ്പോൾ നമ്മളൊക്കെ ഒരു മുണ്ടുടുത്തിയിട്ട് കിടക്കും. രാവിലെ വെളുപ്പാങ്കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം തിരയണത് ഈ മുണ്ട. ഈ മുണ്ട എവിടെ? അല്ലാ കട്ടിലിനടി കിടക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിന്റെ 7 വയസ്സുള്ള മകള് വെളുപ്പാങ്കാലത്ത് ഒരു 5 മണിക്ക് നിന്റെ റൂമിനകത്തെങ്ങാണോ ഓടി കയറി വന്ന കോവളമല്ല, ഗോവ ബീച്ച് ഓർമ്മ വരും. സായിപ്പ് കിടക്കണവരടക്ക വാപ്പ. നിങ്ങളുടെ കാര്യം ഞാൻ പറയണില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും മക്കള് കാണണ്ട. 45 വയസ്സുള്ള നിനക്ക് കണ്ട എന്തെങ്കിലും തോന്നും ഉമ്മയുടെ ഔറത്ത്? പിന്നല്ലേ 7 വയസ്സുകാരൻ. അപ്പൊ സ്വന്തം ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും മക്കള് കാണണ്ട. ഇത് അള്ള പറഞ്ഞതാ. അപ്പൊ പിന്നെ കൂടപ്പുറപ്പിന് കാണാവോ? അതുകൊണ്ട് ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ വെറുതെ നടന്നാ പോരാ. നിക്കറിട്ടുകൊണ്ട് നടക്കുന്ന മകന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് പറയണം, ഹയവാനെ, ഇനി മേല ഇവിടെ കെട്ടിക്കാൻ പ്രായപൂർത്തിയായ പെൺകുട്ടികളുണ്ട്, മേല ഇങ്ങനെ നടക്കരുത് എന്ന് പറയണം. അതാ വാപ്പ. നിന്റെ പൊന്നുമോള് രാത്രി ഇശായ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ബെഡ്റൂമിന്റെ അകത്ത് രാത്രി കിടക്കുമ്പോ ഇടർക്കണ്ട നൈറ്റ് ഡ്രസ് ഇട്ടോണ്ട് വന്നിരിക്കുമ്പോ നീ ഒരു തള്ളയല്ലേ? നിനക്ക് ഈമാനില്ലേ? നിന്റെ ശരീരത്തിൽ അള്ളാന്റെ ദീനിന്റെ മുസ്ലിമിന്റെ രക്തമല്ലേ ഒലിക്കണേ? അവളുടെ കൊടുക്കേണ്ട ഒരെണ്ണം ഇനി മേലാൽ ഇത് വെളിയിൽ ധരിക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നീ എത്രയൊക്കെ നന്മ ചെയ്താലും അള്ളാഹ് നിന്നെ ഒന്നും വെറുതെ വിടത്തില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.
എന്നോട് ദേഷ്യം തോന്നരുത്. ദീനിന്റെ വിഷയം പറയുമ്പോൾ ഞാൻ ഉറപ്പിച്ചു പറയും. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, 5 നേരത്തെ നിസ്കാരം നിർബന്ധമാവാപ്പ. 5 നേരത്തെ നിസ്കാരം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിം ആണിനും പെണ്ണിനും 5 വഖത്ത് നിസ്കാരം നിർബന്ധമാ. നിനക്കു മാത്രമല്ല, നീ പള്ളി വന്ന് സുബഹി നിസ്കരിക്കാൻ വരുമ്പോ നിന്റെ മകനെ നിർബന്ധമായി നീ വിളിച്ചു പള്ളിയിലേക്ക് കൊണ്ടുവരണം. നിന്റെ ഭാര്യയെ വിളിച്ചിട്ട് നിസ്കരിക്കാൻ പറയണം. ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭാര്യയ്ക്ക് സ്വർഗമുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു പെണ്ണിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്. ഏതു ഭാര്യയ്ക്കും ഭർത്താവിനും എന്നറിയുമോ? നാളെ സുബഹിക്ക് നീ എഴുന്നേൽക്കുകയാണ്, സ്വലാത്തു ഖൈറും മിനൻ ഈ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ചു, നീ എഴുന്നേറ്റു. അല്ലാഹുവേ, ഭർത്താവിനെ വിളിച്ചു, ഇക്ക എഴുന്നേക്കുന്നില്ല. നീ പോയിട്ട് ഒതുവെടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോഴും നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടക്കുകയാ. ആ ഒതുവെടുത്ത വെള്ളമുണ്ടല്ലോ, കയ്യിൽ പറ്റിയിരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തിങ്ങനെ കുടന്നിട്ട്, ഇച്ചാ എഴുന്നേറ്റ് നിസ്കരിക്കിച്ചാ എന്ന് വിളിച്ചുണർത്തുന്ന പെണ്ണേ, നിസ്കരിക്കാതെ കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയെ നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്ന ഭർത്താവേ, നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിസ്കരിക്കാൻ ആ വെള്ളം കൊണ്ടുവന്ന് മുഖത്ത് കൊടയണം, എന്നിട്ട് വിളിച്ചുണർത്തണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയും, എൻ്റെ പൊന്നു സിറാജ് ഉസ്താദെ, അങ്ങനെങ്ങാണ് ഞാൻ ഇത്തിരി വെള്ളം കൊണ്ടൊഴിച്ച അന്ന് എനിക്ക് കബറ് വെട്ടേണ്ടി വരും. കാരണം അതാവസ്ഥ. പിന്നെ എങ്ങനെ ഇനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്, ആരെങ്കിലും എഴുന്നേറ്റാലല്ലേ വെള്ളം ഒഴിക്കാൻ പറ്റൂ. ഭാര്യയോ ഭർത്താവോ സുബഹിക്ക് ബാങ്ക് വിളിക്കണത് കേട്ടാൽ, എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് പള്ളി വരുന്നവൻ പോലും കേൾക്കണില്ല. കേൾക്കണുണ്ടോ? സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ വരുന്നവൻ പോലും ബാങ്ക് വിളി കേൾക്കാറില്ല. 5:15 അലാറം വെച്ചിട്ട് കിടക്കുക, ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ചാടി എഴുന്നേറ്റ് വരിക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നിങ്ങളുടെ മക്കളെ നീ മാത്രം നിസ്കരിച്ചാൽ പോരാ, നിന്റെ മകൻ നിസ്കരിക്കണം, നിന്റെ മകള് നിസ്കരിക്കണം, നിന്റെ ഭാര്യ നിസ്കരിക്കണം. നിന്റെ വീടിനകത്ത് കിടക്കുന്നവരെ വിളിച്ചുണർത്തി നിസ്കരിപ്പിക്കേണ്ട ബാധ്യത നിനക്കുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ പറയൂ, ഉസ്താദെ പറഞ്ഞു പറഞ്ഞു മടുത്തു ഉസ്താദെ, എത്ര വിളിച്ചാലും കേൾക്കൂല. ആരാ പറഞ്ഞേ? എടാ, ഏത് നിസ്കരിക്കാത്തവനെയും നിസ്കരിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴിയുണ്ട്. അടിക്കണ്ട, വെള്ളം ഒഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. അടുത്തു പോയിരുന്നിട്ട് ഖുർആനിലെ ഒരു ആയത്ത് ഓതിയാ മതി. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളിന്റെ അടുത്ത് പോയിരുന്നിട്ട് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഒരു കടുകുമണിയുടെ അളവെങ്കിലും ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിന്റെ ഭർത്താവ് നിസ്കരിക്കത്തില്ലെങ്കിൽ, നിന്റെ മക്കൾ നിസ്കരിക്കത്തില്ലെങ്കിൽ, അവരുടെ അടുക്കൽ പോയിരുന്നിട്ട് ഞാൻ പറയണ ഒരായത്ത് ഓതിക്കൊടു. അറബി അറിയത്തില്ല, അർത്ഥം പറഞ്ഞു കൊടുത്താൽ മതി. ഖുർആനിലെ ഒരൊറ്റ ആയത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഈമാൻ ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് നിസ്കരിക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ട വിഷയമല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പറയില്ലെങ്കിൽ ബാക്കി പറയും. വേണോ വേണ്ടേ? കൈവക്ക്. കൈവക്കറോ പോങ്ങട്ടെ. വേണ്ട ഉസ്താദേ, പാപ്പ നാളെ വന്നിരുന്നിട്ട് പേടിക്കണ്ട, മരണത്തിന്റെ ആയത്തൊന്നുമല്ല, എന്നെ പള്ളിക്കുഴി കൊണ്ടുപോകുന്ന ആയത്തൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ തങ്ങൾ ചില ദിവസം തൻ്റെ മകനെ വിളിക്കുമ്പോൾ ഉറങ്ങും. മക്കളല്ലേ ഉറങ്ങൂപ്പ. ചില ദിവസം സുബഹിക്ക് പള്ളിയിൽ പോകാൻ നേരത്ത് വിളിക്കുമ്പോ ഇപ്പൊ ഉറക്കം വരണം, ഇപ്പൊ വയ്യപ്പ ഇങ്ങനെ അടിച്ചു. ഇപ്പൊ ഉമർ തങ്ങൾ അടുത്തിരുന്നിട്ട് ഓതി കൊടുക്കും ഈ ആയത്ത്.
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏതായത്തെന്നറിയുമോ? സൂറത്തു ത്വാഹ. സൂറത്തു ത്വാഹ എന്ന് പറയുന്ന അധ്യായമുണ്ട്. അതിനകത്തുള്ള ഒരായത്താണ്. അവസാനത്തെ പേജ് എടുത്ത് നോക്ക്. 132ാമത്തെ ആയത്താണെന്ന് തോന്നുന്നു. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക വൽ ആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുണ്ടല്ലോ, നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യന്റെ ചാരത്ത് ചെന്നിരുന്നിട്ട് പറയണം, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുകുക. അല്ലാഹ് പറയുകയാ, ഉറങ്ങിക്കിടക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കും, മോനെ എഴുന്നേറ്റ് നിസ്കരിക്കടാ, എഴുന്നേറ്റ് നിസ്കരിക്ക്. എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ തങ്ങൾ എന്താ പറയണേ? മോനെ, 5 നേരം എഴുന്നേറ്റ് നിസ്കരിച്ചാൽ ഒരുത്തന്റെ മുന്നിലും തെണ്ടണ്ട, യാചിക്കാൻ പോകണ്ട, കഞ്ചാവ് കച്ചവടം നടത്തണ്ട, ലോട്ടറി എടുക്കണ്ട, എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള വഴി നോക്കണ്ട, മരിക്കുന്ന കാലം വരെ തെണ്ടാതെ ഹലാലായ ഭക്ഷണം കഴിക്കണോ, അല്ലാഹ് തരും, നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ എന്തു പറയും? പഠിക്കണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. 55 വയസ്സുകാരനോടല്ല, 7ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പഠിക്കുന്നവനോട് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാ, ഫുൾ A+ വാങ്ങിച്ച് ഏറ്റവും വലിയ മാർക്ക് വാങ്ങിച്ച് ജയിക്കണം, നല്ല ജോലിയിൽ കയറണം, നല്ല ശമ്പളം കിട്ടണം, നല്ല ശമ്പളം കിട്ടിയാലേ നല്ല ജീവിതം കിട്ടൂ. എടാ, ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇപ്പം മയക്കുമരുന്ന് കച്ചവടമല്ലേ മോന്, കഞ്ചാവ് കച്ചവടമല്ലേ മോന്. എങ്ങനെ നിന്റെ മോനെ നശിപ്പിച്ചത് നിന്റെ ആർത്തിയാ പെങ്ങളെ, നീയാ പഠിപ്പിച്ചത്. പണം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ എന്ന് ആ ചെറിയ കുഞ്ഞിന്റെ ഹൃദയത്തിൽ ആ വിഷം കുത്തിവെച്ചു കൊടുത്തത് നീയാ. നീയാ നിന്റെ മക്കളെ പഴപ്പിച്ചത്. അല്ലാഹു കാക്കുമാറാകട്ടെ. മക്കളോട് പറഞ്ഞു കൊടുക്ക. കഞ്ചാവ് ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മയക്കുമരുന്നിനെ കുറിച്ച് പറയണെന്ന്. എന്തിനാപ്പ ഞാൻ തല്ലുകൊള്ളാനോ വെറുതെ? കഞ്ചാവ് കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, കൂടിയ ഐറ്റവ കച്ചവടം ചെയ്യുന്ന മോൻ എന്തേ എളുപ്പം പൈസ ഉണ്ടാക്കാം. എളുപ്പം പൈസ ഉണ്ടാക്കാനുള്ള വഴി ആരാ പറഞ്ഞു കൊടുത്തത്? നിന്റെ പെണ്ണുമ്പുള്ള. എന്നാ ഉമർ തങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ 5 നേരം നിസ്കരിക്ക്. അല്ലാഹ് പറഞ്ഞെന്തറിയോ? ലാ നസ്അലുക റിസ്ഖ, നീയല്ല ഉണ്ടാക്കണേ, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാൻ തരും മരിക്കുന്ന കാലം വരെ ഭക്ഷണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞ ഉടനെ മക്കൾ ചാടി എഴുന്നേക്കൂല. ഇത് പറഞ്ഞ ഉടനെ ചാടി എഴുന്നേക്കൂല. രണ്ടാമത് പറഞ്ഞു കൊടുക്കണം, വൽ ആഖിബത്തു ലിത്തഖ്വ, നല്ല മരണം വേണം. കണ്ണ് തെള്ളി പതയും നൊരയും ഒലിപ്പിച്ച് മുഖമൊക്കെ കറുത്ത് മലമൂത്ര വിസർജനം നടത്തി കാഫിറിനെ പോലെ ചാകണോ, അതോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ചുണ്ടിൽ പുഞ്ചിരിയുമായി പ്രകാശിക്കുന്ന മുഖവുമായി നെറ്റിത്തടം വിയർത്ത് മൂക്കിന്റെ ദ്വാരം വികസിച്ച് വെള്ളിയാഴ്ച ജുമഅയ്ക്ക് വരുന്നവർ മുഴുവനും മയ്യത്ത് നിസ്കരിക്കുന്ന ഒരു നല്ല മരണം നിനക്ക് വേണോ? എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉമർ തങ്ങൾ പറഞ്ഞു കൊടുത്തു, മോനെ ഈമാനുള്ള ഒരു മരണം നിനക്ക് വേണോടാ. നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവര് മുഴുവനും മരിച്ചാൽ ഇവൻ മരിച്ചതുപോലെ മരിക്കണമെന്ന് പറയുന്ന ഒരു മരണം നിനക്ക് വേണോ? നിസ്കരിക്കുക. ഇത് പറഞ്ഞു നോക്ക്, ഏതുറക്കവും മാറും. ഏത് നിസ്കരിക്കാത്തവനും എഴുന്നേറ്റ് നിസ്കരിക്കും. കാരണം മരണത്തിന് അവന് പേടിയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞു നോക്ക്. ഇത് പറഞ്ഞിട്ട് എഴുന്നേക്കുന്നില്ലെങ്കിൽ പിന്നെ അവന്റെ തലയിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ഓതിയേരെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞിട്ട് നന്നാകാത്തവനെ പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന രണ്ടാമത്തെ വിഭാഗം
ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തുന്നവരാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 3ാമത്തെ വിഭാഗമാരാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അൻ മുഹമ്മദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പരലോകത്ത് കടന്നു വരുന്ന 3ാമത്തെ വൃത്തികെട്ടവരാരെന്നറിയോ? ദുൽ വജ്ഹൈ, 2 മുഖമുള്ളവരാട്, 2 മുഖമുള്ളവരാട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഒരു വിഭാഗം ആളുകളുടെ കൂടെ കൂടുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ, പടച്ചവനെ ഞാൻ നിങ്ങളുടെ ആളാണ്, ഞാൻ നിങ്ങളുടെ ആളാണ്. പടച്ചവനെ അവര് പിരിഞ്ഞു കഴിഞ്ഞ് 2ാമത്തെ വിഭാഗത്തെ കാണുമ്പോ അവരുടെ കൂടെ കൂടിയിട്ട് പടച്ചവനെ ഇവരെ കുറ്റം പറയുകയാ. ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, ഇങ്ങനെ 2 മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. കാണുമ്പോൾ പറയും, പള്ളിയിലെ ഖത്തീബിനെ കാണുമ്പോൾ പറയും, അല്ലാഹു ഉസ്താദെ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെ പറയണില്ല, ഞാൻ അദ്ദേഹത്തെ പറഞ്ഞോളാം. ഉസ്താദെ നിങ്ങൾ വന്നതിന് ശേഷമാണ് ഈ നാട് നന്നായത്. നിങ്ങളെപ്പോലെ ഒരു ഇമാമില്ല റബ്ബേ. നിങ്ങളെ കാണുമ്പോൾ തന്നെ മുഖത്ത് ഈമാനിന്റെ പ്രകാശവ, നിങ്ങളെ കാണുമ്പോൾ തന്നെ ഖബർ ഓർമ്മ വരും. അങ്ങനെ ഉസ്താദിനെ അങ്ങോട്ട് പൊക്കും. ഉസ്താദ് എല്ലാം കേട്ടിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ അടുത്തവനെ കാണുമ്പോൾ ഇവനെ കാര്യം വരിക. അങ്ങോട്ടും ഇങ്ങോട്ട് കാണുമ്പോൾ മുഖത്ത് നോക്കിയിട്ട് നല്ലത് പറയും, അങ്ങോട്ട് മാറിയിട്ട് എതിര് പറയും. പടച്ചവനെ 2 മുഖം കാണിക്കുക. കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും, മാറുമ്പോ ഉള്ളിനകത്ത് വിഷം വെച്ചുകൊണ്ട് നടക്കുക, തമ്മിലടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചില വിഭാഗമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു പരലോകത്ത് വരുന്നത് എങ്ങനെ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദിൽ വജ്ഹൈൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ജനങ്ങളിൽ, നാളെ പരലോകത്ത് വരുന്ന ജനങ്ങളിൽ ഏറ്റവും നശിച്ചവനാരെന്നറിയോ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നവരിൽ വെച്ച് ഏറ്റവും നീചനായ, ഏറ്റവും വൃത്തികെട്ടവനായ മനുഷ്യനാരെന്നറിയോ? അത് ദുൽ വജ്ഹൈൻ, 2 മുഖമുള്ളവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവര് പരലോകത്ത് വരുന്ന രംഗം എങ്ങനെയെന്നറിയോ? ഏഷണി പറയുന്നവര്, പരദൂഷണം പറയുന്നവര്, പരസ്പരം തമ്മിലടിപ്പിക്കുന്നവര്, പച്ചയിറച്ചി തിന്നുന്നവര്, ഫിത്ന ഉണ്ടാക്കുന്നവര്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അൻ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. പെങ്ങളെ, 4 പേര് കൂടി കഴിയുമ്പോ അല്ലാഹുവിനെ പേടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളെ, പച്ചയിറച്ചി തിന്നുന്ന സഹോദരിമാര്, 2 മുഖമുള്ളവര്, 2 സ്വഭാവമുള്ളവര് നാളെ പരലോകത്ത് കടന്നു വരുമ്പോ നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? നിന്നെ തിരിച്ചറിയാനുള്ള അടയാളം എന്താ? അല്ലാഹു നിന്റെ നാക്ക് 2ആയി കീറുകയാണ്. 2 നാക്കുകളാണ്, 2 നാക്കുകളാണ്. അല്ലാഹ് നരകത്തിന്റെ തീയാലുള്ള നാക്കാ. ഉരുകുമടി മോളെ, നിന്റെ മുഖത്തിലെയും നിന്റെ ശരീരത്തിലെയും തുല്യതായ ഇറച്ചിയുണ്ടല്ലോ. ഈ തീയുടെ നാവ് കാരണം പടച്ചവനെ നിന്റെ ഇറച്ചി മുഴുവനും വെന്തുരുകുകയാ, ദുർഗന്ധമടിക്കുകയാ, ജനങ്ങൾ പേടിച്ചോടുകയാ. ലിസാനാനി മിനന്നാർ,
രണ്ട് നാവുകളുമായിട്ടാണ് കടന്നു വരുന്നത്. കാരണം ദുനിയാവിലെ ശനി പറഞ്ഞവരാ, പരദൂഷണം പറഞ്ഞവരാ, പരസ്പരം തമ്മിലടിപ്പിച്ചവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലെല്ലാവരും സമന്മാരാണ്. ഏഷണിയിലും പരദൂഷണത്തിലും പടച്ചവനെ ഒരു കുറവുമില്ലല്ലോ. ആലിമും കണക്കാണ്, ജാഹിലും കണക്കാണ്. പടച്ചവനെ എല്ലാവരും അവസരം കിട്ടുമ്പോ പരസ്പരം തമ്മിലടിപ്പിക്കുകയാ. അവിടെയും ഇവിടെയും നടന്നുകൊണ്ട് ഏഷണിയും പരദൂഷണവും പറയുകയാ. പലരും പറയും, ഉസ്താദേ ഞാൻ പറയാറില്ല, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ ഉള്ളൂ. എടാ, കേട്ടാലും പറഞ്ഞവനെ പോലെയാടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ, ചിലപ്പോൾ തടമ്പുണ്ടാകാ, താടിയുണ്ടാകാ, ഖുർആൻ പഠിച്ചവനാകാ, ഉസ്താദാകാ, പ്രസംഗിക്കുന്നവനാകാ, ഹജ്ജ് ചെയ്തവനാകാ, നിസ്കരിക്കുന്നവനാകാ, കള്ളുകുടിയനാകാ, ആരുമാകട്ടെ, നീ വിശ്വസിക്കല്ലേ, നീ വിശ്വസിക്കല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖുൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു വൃത്തികെട്ടവനുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ഒരു പാപിയുണ്ടല്ലോ, ആരെയെങ്കിലും കുറിച്ച് നിന്റെ അടുക്കൽ വന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കല്ലേ. സത്യം എന്താണെന്നറിയാതെ നീ ആരോടും പറയല്ലേ. അതിന്റെ സത്യാവസ്ഥ അറിയാതെ നീ പറയരുത്. വാട്സപ്പിൽ വരുന്നത് മുഴുവനും ഷെയർ ചെയ്യരുത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നീ പഠിക്കണം. ഇല്ലാതെ ഒരു കുടുംബത്തെ നാണം കെടുത്തിയിട്ട്, ഒരു പാവപ്പെട്ടവന്റെ ജീവിതം തകർത്തിട്ട്, ഒരു പാവപ്പെട്ട സ്വാലിഹത്തായ പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ട്, അല്ലാഹുവേ ചെയ്തത് തെറ്റാണെന്ന് തോന്നുമ്പോ വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഇത് സാധാരണ പാപമല്ല, ഇത് നിസാര പാപമല്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അല്ലാഹുവേ, പള്ളിയിൽ വന്ന് വേച്ച് നടന്ന് പള്ളിയിൽ വരും നിസ്കരിക്കാൻ, ഈ കേറ്റം കേറി ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നിസ്കരിച്ചതിന്റെ പ്രതിഫലം നാട്ടുകാർക്ക് കൊടുക്കുന്ന ഉപ്പമാരുണ്ടല്ലോ. സങ്കടം തോന്നാറുണ്ട്. പച്ചയിറച്ചി തിന്നുന്നവരാകരുത്, പച്ചയിറച്ചി തിന്നുന്നവരാകരുത്. 4 പെണ്ണുങ്ങൾ കൂടിക്കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് നിസാരമാണെന്ന് കരുതല്ലേ. 4 പേര് കൂടിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പള്ളിയുടെ പടിയിൽ ഇരുന്നിട്ട് അബൂബക്കർ അങ്ങനെ, അവൻ അങ്ങനെ, ഇവൻ അങ്ങനെ, മറ്റേതാ മറിച്ചേതാ, എന്താപ്പാ നിസാര പാവ ചെയ്യണേ. നമ്മൾ വിചാരിച്ചിരിക്കണം, നമുക്കൊരു സ്വഭാവമുണ്ട്, എല്ലാം ചെയ്തിട്ട് പറയും ഒന്നുമില്ലാന്ന്.